മുക്കം ജമാഅത്തെ ഇസ്ലാമി ഈസ്റ്റ് ചേന്ദമംഗല്ലൂർ ഫിർദൌസ് സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന പ്രാദേശിക സമ്മേളനം പ്രൗഢമായി മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമാണിതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് മാനവികതയും സാഹോദര്യവുമാണ് എപ്പോഴും നിലനിൽക്കേണ്ടത് അദ്ദേഹം തുടർന്ന് പറഞ്ഞു. എല്ലാവരും ചെയ്യുന്ന സേവനങ്ങൾ വളരെ വിലപ്പെടുന്നു. ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ് ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്യുന്നത് അവകാശവാദമില്ല. ഓരോ സംഘടനകളും പ്രവർത്തിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങളും ന്യൂനപക്ഷ താല്പര്യങ്ങളും രക്ഷിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന കേരളത്തിൽ വളരെ സജീവമാണ്. ഡോക്ടർ ഷഹീദ് റംസാൻ മുഖ്യപ്രഭാഷണം നടത്തി. നന്മകൾ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കണം ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ടു പോകേണ്ടത് അദ്ദേഹം പറഞ്ഞു. എന്തോ അർത്ഥത്തിലുള്ള ഒരു ആത്മബന്ധം ഇസ്ലാമിക പ്രസ്ഥാനവുമായി ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമായി നമുക്കുണ്ട്. ആ അർത്ഥത്തിൽ ഈ സംഘത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന്റെ സുഖം ഈ ഒരു കൂട്ടായ്മയോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ അതിന്റെ സൽഫലങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, നമ്മളുടെ മകളിലും മക്കളിലും പേരമക്കളിലുമൊക്കെ അതിൻ്റെതായ സുഖം നമുക്ക് ലഭിക്കും. കെ.ടി. ഇല്യാസ് കുടുംബജീവിതം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പ്രാദേശിക അമീർ എം.ടി. അദാവുല്ല മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുക്കം നഗരസഭ കൗൺസിലർമാരായ ഷഫീഖ് മാടായി, ബനൂജ വടക്കുവീട്ടിൽ എന്നിവരെ കെ.ടി. അബ്ദുല്ല ആദരിച്ചു. എന്റെ വ്യക്തിപരമായ ഒരു വിജയമല്ല ഇന്ന് നിങ്ങളെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചത്. എന്റെ പാർട്ടിയുടെ വിജയമാണ്. പാർട്ടിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ വിജയം കൂടിയാണ്. വെൽഫെയർ വാർഡ് എന്നൊക്കെ പറയുന്നത് ആണിനും പെണ്ണിനും ചെറുതിനും വലുതിനും കുട്ടികൾക്കും ഒക്കെ അവരെ ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ, ജനാധിപത്യ ബോധത്തോടുകൂടി പരസ്പരം പെരുമാറാൻ, നമ്മളെ വീട്ടിലെ സ്വന്തം കുട്ടിയെ പിടിച്ച് അടിക്കുമ്പോൾ അവർ ജനാധിപത്യ ദംശനമാണ്. ഒരാളെ അടിക്കുക, അത് കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും അടി കിട്ടുന്ന ആൾക്കൊരു പ്രശ്നമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഈ നമ്മുടെ വാർഡിലെ വിജയത്തിൻ്റെ പിന്നിൽ ഈ 4 പേരോ 14 പേരോ അല്ല, ഈ നാട്ടിലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുമാണ്. മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥനയാണ്, മനസ്സാണ്. ഷഫീഖ് മാടായി, ബനൂജ, കെ.പി. ഷരീഫ്, മുഹമ്മദ് മുട്ടേത്ത് എന്നിവർ സംസാരിച്ചു. വനിത സംഘം ഹൽക്കയുടെയും വിദ്യാർത്ഥികളുടെയും കലാവിരുന്നും അരങ്ങേറി. ഖുർആൻ മത്സരവിജയികൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വിതരണം നടത്തി. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.